ഹലോ ഗൈസ്, അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി ഇന്ന് പള്ളുരുത്തി പുലവാണിഭത്തിന് പോവാണ്. കൊച്ചിക്കാർക്കൊക്കെ ഏതായാലും പുലവാണിഭം എന്താണെന്ന് അറിയാമായിരിക്കും. പണ്ടൊക്കെ പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം ഒന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെ കൊച്ചി മഹാരാജാവ് വർഷത്തിലൊരിക്കലേ പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചതും കൂടാതെ അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പുലവാണിഭം നടക്കുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയാൻ പാടില്ല, എനിക്കും കേട്ട് പരിചയമുള്ള കഥകളൊക്കെയാണത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരത്താണ് വണ്ടി ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്, നമുക്ക് വണ്ടി പാർക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ അമ്പലത്തിന്റെ അവിടെ എത്തി. നോക്കിയ ചുറ്റിനും കടകളാണ്. ഇപ്പോൾ ബംഗാളികളൊക്കെ വന്നാണ് സാധനം വിൽക്കുന്നതെങ്കിലും പണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയായിരുന്നു അവരുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്നത്. ഒട്ടുമിക്ക എല്ലാ സാധനവും ഈ ഒരു പുലവാണിഭ മേളയിൽ ഉണ്ടാവും കേട്ടോ. വിത്ത് മുതൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു പുലവാണിഭ മേളയിൽ ഉണ്ടാവും. ഞങ്ങൾ ചെന്ന ദിവസം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. ബ്ലോക്കായിട്ട് ഇതേ ചെറിയ എന്താണ്ടും വണ്ടി മുട്ടലോ തട്ടലോ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ കയറി. എനിക്ക് ഈ കരിമ്പിൻ ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞാനും അച്ഛൻ മാത്രമേ കുടിച്ചുള്ളൂ. അങ്ങനെ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ പറഞ്ഞ് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് ഞങ്ങൾ നേരെ അവിടെ കടയിലത്തൊക്കെ പോയി. റോട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും ഉള്ളിൽ കയറിയപ്പോൾ അങ്ങനെ വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കടയിലൊക്കെ കയറി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ നടന്നു. എന്നിട്ട് ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ കുപ്പിയിൽ ഒരു വള പോലെ ഇതാക്കിയിട്ട് അത് ചെയ്യുന്ന ചേട്ടൻ കുറേ നേരം നോക്കിയിട്ട് സെറ്റ് ആയില്ലേ. എന്നിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഉണക്കമീനൊക്കെ മേടിക്കാൻ പോയി. ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ ആണെങ്കിലും റോട്ടിൽ ഉണക്കമീനൊക്കെ വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ കൂടുതലും, മറ്റേ കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ ഉണക്കമീനും പണ്ട് മുതൽ വിറ്റ് പോന്നിരുന്നതിൻ്റെ കണ്ടിന്യൂഷനാണെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ദേ ഒരു കൊച്ചിനെ കണ്ട നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ആ വാവയുടെ ഒക്കെ കടയിൽ നിന്ന് കുറച്ച് പൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.